ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക കൃഷി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മഴക്കാലമാണെങ്കിലും അതേപോലെ വേനൽക്കാലത്തും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ വെണ്ടയ്ക്ക കൃഷി. നമുക്കതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ വിത്ത് മുതൽ വിളവെടുക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, ഏത് തരത്തിലുള്ള വെണ്ടയ്ക്കയാണ് നമുക്ക് വീട്ടിൽ നടാൻ ഏറ്റവും നല്ലത്, അതുപോലെ ഞാൻ ഒരുപാട് ടിപ്സുകൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിത് വീഡിയോയിലോട്ട് പോകട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ലോണം ഉണങ്ങി നല്ല വിത്തിൻ്റെ പാകത്തിനായിട്ടുള്ള വെണ്ടയ്ക്കയാണ് കേട്ടോ. ഇത് നാടൻ വെണ്ടയ്ക്കയിൽ പെട്ടതാണ്. നമുക്ക് ഒരുപാട് ഹൈറ്റ് വയ്ക്കില്ല, നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല വെണ്ടയ്ക്കയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നവരാണ് വെച്ചാലും അതുപോലെ കൃഷിയായിട്ട് ചെയ്യുന്നവരാണ് വെച്ചാലും ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം പെട്ടെന്ന് തന്നെ നമുക്കിത് മൂത്ത് പോവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി മണ്ണ് റെഡിയാക്കാനായിട്ട് കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് എത്രത്തോളം വെണ്ടയ്ക്ക ചെടിയുണ്ട്, നമുക്ക് എങ്ങനെയാണോ വയ്ക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഞാനിതെല്ലാം ഒരു രണ്ട് കിലോന് എടുത്തിരിക്കുന്നത് കേട്ടോ. ഡോളോമേറ്റ് അതുപോലെ തന്നെ ചാണകപ്പൊടിയും. അപ്പോൾ നമുക്ക് ഡോളോമേറ്റ് നമ്മൾ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഏകദേശം 2 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ണിൻ്റെ പുളിപ്പൊക്കെ മാറിയിട്ടാണ് സാധാരണ നമ്മൾ ചെടി വെക്കാൻ തുടങ്ങുക. ഇതിൽ എല്ലുപൊടിയാണ് കേട്ടോ. അപ്പോൾ എല്ലുപൊടി നമുക്ക് കാൽസ്യം കൂടുതലായിട്ട് നമുക്ക് ചെടികളിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇട്ട് ചെയ്യാം. നമ്മൾ വേനൽക്കാലത്ത് തുടങ്ങുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മണ്ണിൽ നല്ലോണം ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരിച്ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏകദേശം 2-3 ദിവസം വെക്കല്ല വെച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് ഗ്രോ ബാഗിൽ നിറച്ച് വെച്ചതിന് ശേഷം നമുക്ക് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിത്ത് വിതച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഈ വളങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ നമ്മൾ പച്ചക്കറി കമ്പോസ്റ്റ് ഞാനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു വളമാണ് കേട്ടോ അത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ എല്ലാവരും ഒന്ന് പോയി നോക്കുക. ഞാനത് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വെറുതെ കളയുന്ന പച്ചക്കറിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക നമുക്ക് ഇതേപോലെ ഒന്ന് പാകി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചെടികളൊക്കെ വന്നതിന് ശേഷം നമുക്ക് നല്ല ആരോഗ്യത്തോടെയുള്ള ചെടികൾ നോക്കി നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരുപാട് അതിൻ്റെ മേലോട്ട് മണ്ണിട്ട് വയ്ക്കുക, ഒരുപാട് കുഴിച്ചിട്ട് നമുക്ക് വിത്ത് വിതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് അത്യാവശ്യം ഇതുപോലെ മേലോട്ട് ഇങ്ങനെ മണ്ണൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല കേട്ടോ. ഒരുപാട് കെട്ടി നിൽക്കുകയാണ് വെച്ചാലും വെണ്ടയ്ക്ക വരില്ല, പെട്ടെന്ന് അത് കേട് വന്നു പോവും. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ നമ്മളത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വെണ്ടയ്ക്കയിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം പെട്ടെന്ന് നമുക്ക് രോഗങ്ങളൊക്കെ വരാതിരിക്കാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് നല്ലോണം വെയിലുള്ള സ്ഥലത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ വെണ്ടയ്ക്ക വിത്ത് വെച്ചതിന് ശേഷം ഏകദേശം ഒരാഴ്ച ആകുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് മുള പൊട്ടി നല്ലോണം ചെടിയായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരാഴ്ച ആയപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഒരാഴ്ച ആയപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത വിത്തൊക്കെ ഇതുപോലെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് വെണ്ടയ്ക്ക ചെടി എടുത്തിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു പ്രായത്തിലാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വെണ്ടയ്ക്ക മാറ്റി വയ്ക്കാൻ പറ്റുന്നത് കേട്ടോ. ഒരുപാട് വളർന്നതിന് ശേഷം നമ്മൾ മാറ്റി വയ്ക്കാൻ നോക്കിയാൽ ചിലപ്പോൾ അത് പിടിച്ച് കിട്ടണം എന്നില്ല. അപ്പോൾ ഏകദേശം ഈ ഒരു പ്രായത്തിലാണ് നമ്മൾ വെണ്ടയ്ക്ക മാറ്റി നടേണ്ടത്. ഞാനിവിടെ ചെയ്യുന്നത് ഗ്രോ ബാഗിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗിലാവുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നമ്മൾ നടുന്ന ചെടികൾക്ക് അതിന് കൃത്യമായ വളം, നമ്മൾ എന്തൊക്കെ വളമാണോ നമ്മൾ ഗ്രോ ബാഗിൽ ഇട്ട് കൊടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം ആ ഗ്രോ ബാഗിൽ തന്നെ കിട്ടുകയും അതുപോലെ തന്നെ ചെടികൾക്ക് അത് ആഗിരണം ചെയ്തെടുക്കാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണിലൊക്കെ നടുമ്പോൾ അത് കൂടുതൽ മഴ പെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പോകാൻ കൂടുതൽ ചാൻസാണ്. അപ്പോൾ ഇതേപോലെ ഗ്രോ ബാഗിലാവുമ്പോൾ ഏകദേശം 1 മാസം ആകുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 1 മാസം ആയ പ്രായത്തിലുള്ള വെണ്ടയ്ക്ക ചെടിയാണിത്. അപ്പോൾ അതിൽ അത്യാവശ്യം പൂക്കാനും
അതുപോലെ തന്നെ ചെറിയ ചെറിയ കായ്കളൊക്കെ വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഗ്രോ ബാഗ് നമുക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതേപോലെ നമുക്ക് ഒരു വെണ്ടയ്ക്കയിൽ നിന്നാണ് ഞാൻ ഇത്രയും ഗ്രോ ബാഗിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-15ഓളം ഗ്രോ ബാഗിൽ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം എല്ലാം തന്നെ നല്ല ആരോഗ്യത്തോടെ വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളിട്ട വളവും കാര്യങ്ങളെല്ലാം നമുക്കത് കൃത്യമായിട്ട് നമുക്ക് ആ ചെടികൾക്കെല്ലാം കിട്ടുകയും അതേപോലെ തന്നെ ഞാൻ ജൈവവളം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ജൈവസെറിയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആരോഗ്യമുള്ളത് കൊണ്ടാണ് ചെടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് വരാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ ഇലകളിൽ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്യൂഡോമോണസിന് വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതില്ലാത്തവരാണെന്ന് വെച്ചാൽ നമുക്ക് വേപ്പെണ്ണയോ അല്ലെങ്കിൽ വേപ്പിൻ്റെ ഇല അരച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ താഴെ തന്നെ നമുക്കിങ്ങനെ പൂക്കൾ വരുന്ന ഒരു ടെൻഡൻസി വരികയാണ് വെച്ചാൽ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം അത്യാവശ്യം മുകളിലെത്തിയിട്ടാണ് കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ മുകളിൽ താഴെന്ന് വരുമ്പോൾ തന്നെ ഞാനതിൽ ചെറിയ പൂക്കളൊക്കെ വരികയാണ് വെച്ചാൽ ഞാനത് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുകയാണ് വെച്ചാൽ ചെടികൾ കുറച്ച് കാലം നല്ല ആരോഗ്യത്തോടെ നിൽക്കുകയും അതേപോലെ തന്നെ വെണ്ടയ്ക്ക നല്ല വലിപ്പത്തിലുള്ള വെണ്ടയ്ക്ക വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം ഞാൻ ഇതേപോലെ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ അന്ന് വെച്ച എല്ലാ വെണ്ടയ്ക്കയിലും ഇതേ ഒരു പ്രായത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് താഴെ തൊട്ട് തന്നെ ഇതുപോലെ പൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഏകദേശം നല്ല ആരോഗ്യത്തിൽ ഇത് നാടൻ വെണ്ടയ്ക്കയാണ്. ഈ നാടൻ വെണ്ടയ്ക്ക എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഹൈറ്റ് പോകത്തില്ല. പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്ക പെട്ടെന്ന് തന്നെ മൂത്ത് പോകാറില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാ വെണ്ടയ്ക്കയും ഒരുമിച്ച് വിളവെടുക്കാനും അതുപോലെ നമുക്ക് അത്യാവശ്യം കറിയൊക്കെ വെക്കുമ്പോൾ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഒരുപാട് കിട്ടാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ അടിയിൽ വരുന്ന ചെറിയ ചെറിയ കുരുന്ത് ഇലകളും അതുപോലെ തന്നെ പൂക്കളും ചെറിയ പൂക്കളൊക്കെ വരുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ആരോഗ്യത്തോടെയുള്ള വെണ്ടയ്ക്ക കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ വെണ്ടയ്ക്ക കൃഷി ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉള്ളവരാണ് വെച്ചാൽ ഈ മെയ് മാസത്തിൽ തന്നെ നമുക്ക് വിത്ത് വിതയ്ക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മെയ് പകുതിയോടെ മഴ പിടിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചെടികളൊക്കെ നല്ലോണം ആരോഗ്യത്തോടെ വരാനും അതുപോലെ തന്നെ നമുക്ക് നമുക്ക് വിളവെടുപ്പ് കിട്ടാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ലൊരു ടൈമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് വെണ്ടയ്ക്ക എന്തായാലും വീട്ടിൽ ചെയ്ത് നോക്കുക. നമുക്ക് ഒരുപാട് പരിചരണം കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ അത്യാവശ്യം 15 ദിവസം കൂടുമ്പോൾ നമുക്ക് കുറച്ച് വളങ്ങൾ ഇട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഏകദേശം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പച്ചക്കറി വളം ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഞാനിത് ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ചകിരി കറയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാശ് കൊടുത്ത് ചകിരിച്ചോറൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ, അസ്സലാമു അലൈക്കും.